പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. പ്ലീസ് ബി സീറ്റഡ്. ലോകമെങ്ങും ഇന്ന് വിശുദ്ധാരാധനയിൽ ഞങ്ങളെ ഓൺലൈനിലൂടെ കാണുന്ന, നേരിട്ട് ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കും രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഇന്നത്തെ ദൈവവചന കേൾവിയിലേക്ക് സ്നേഹവന്ദനം. Amen. I greet every one of you, those who are watching us online and being here. I greet every one of you in the name of Lord and our Savior Jesus Christ. Hallelujah. Hallelujah. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ ഒത്തിരി പേരുടെ ജീവിതത്തിൻ്റെ മേൽ ക്രിസ്തുവിൻ്റെ വിജയ കവാടം തുറക്കുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു. Last Friday's meeting was an event. The doors of the heaven have been opened in many of your lives. ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് പുറകെ വരെ കേൾക്കാമല്ലോ അല്ലേ? നന്നായിട്ട് കേൾക്കാമല്ലോ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ സംസാരിക്കാനും കേൾക്കാനും പോകുന്നത് അതേ വേദഭാഗത്തിൻ്റെ അടുത്ത ദൂതാണ്. Amen. We are going to get the continuation of the same scripture that we have meditated last Friday. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വേദഭാഗങ്ങൾ. Amen. The book of Philippians chapter 2 from 5, 6, 7. Yes. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ആമേൻ പറഞ്ഞില്ലല്ലോ? ആമേൻ. എന്നോട് കൂടെ ആ വചനം 1-2 തവണ എല്ലാവരും ഒന്ന് പറയണം. അവിടുന്ന് ദൈവരൂപത്തിൽ ഇരിക്കെ. കേൾക്കത്തില്ലേ മൈക്ക്? മോനെ സമയം ഇത് കേൾക്കുന്നില്ലേ? ഇത് ഫീഡ്ബാക്ക് കൊടുത്തേ. Hallelujah. ഓക്കെ, സോറി. ഓക്കെ. Thank you Jesus. Yes. യേശു ദൈവരൂപത്തിൽ ഇരിക്കെ, യേശു ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള തൻ്റെ സമനില മുറുകെ പിടിച്ചുകൊള്ളാതെ, ദൈവത്തോടുള്ള തന്റെ സമനില മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസരൂപമെടുത്തു. ദാസരൂപമെടുത്തു. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞേ, യേശു അത് വിചാരിക്കാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു താൻ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇവിടെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. അതെല്ലാവരും പറഞ്ഞില്ലല്ലോ. യേശു താൻ ഇരുന്ന ഇടത്ത് തന്നെ എനിക്കെന്നും അങ്ങ് ഇരിക്കണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഒരിടത്തും എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. യേശു താൻ ഇരിക്കുന്നിടത്ത് ഇരിക്കണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ന് എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. ചേർന്ന് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവ് വേറൊരു രീതിയിൽ കാര്യങ്ങളെ വിചാരിക്കാൻ തീരുമാനിച്ചു. യേശു വേറിട്ട നിലയിൽ കാര്യങ്ങളെ വിചാരിച്ചതാണ് നമ്മളുടെ വിചാരങ്ങൾക്കപ്പുറത്തേക്ക് നമ്മളെ വളർത്തിയത്. ദൈവരൂപത്തിൽ ഇരുന്ന യേശു ആ പിതാവിനോടുള്ളതായ തൻ്റെ ആ സമത്വത്തെ മുറുകെ പിടിച്ചില്ല. He wasn't thinking about the equality with God. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പോൾ ദൈവത്തോട് കൂടെ ആയിരുന്ന, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവത്തോട്, പിതാവായ ദൈവത്തോട്, ഒന്നുകൂടെ പറഞ്ഞേ, പിതാവായ ദൈവത്തോട് കൂടെ ആയിരുന്ന. അപ്പൊ ദൈവത്തിന്റെ കൂട്ടുകാരനെ നമ്മൾ കണ്ടു. ഹലോ, ദൈവത്തിന്റെ കൂട്ടുകാരനെ നമ്മൾ കണ്ടു. നമ്മുടെ ദൈവം ഒറ്റ ദൈവം അല്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ഒരു കൂട്ടുകാരനെ നമ്മൾ കണ്ടു. ആമേൻ. ദൈവത്തോട് കൂടെ ഒരാൾ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു സന്തോഷം ഇല്ലല്ലോ എന്റെ കൂടെ നിന്നേ? ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ആരുടെ കൂടെ ആയിരുന്നു? ദൈവത്തിന്റെ കൂടെ ആയിരുന്നു. ദൈവത്തിന്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ കൂടെ ആയിരുന്ന വചനമായ പുത്രൻ, ഒന്ന് പറഞ്ഞേ, പിതാവിനോട് കൂടെ ആയിരുന്ന
വചനമായ പുത്രൻ. ഒന്നുകൂടെ പറഞ്ഞേ, പിതാവിനോട് പിതാവിനോട് കൂടെയായിരുന്ന കൂടെയായിരുന്ന വചനമായ വചനമായ പുത്രൻ പുത്രൻ. അവിടെ ഇരുന്നപ്പോൾ തീരുമാനിച്ചു, ഞാൻ ഇവിടെ അങ്ങ് തുടർന്നിരിക്കുന്നില്ല. Amen. Amen. The Son who was sitting along with the God, he was decided not to be there. ഞാൻ പിതാവിന്റെ കൂടെ ഇവിടെ തന്നെ ഇരിക്കാൻ എനിക്ക് പറ്റും, പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നില്ല. Amen. He thought that I can continue sitting along with the Father, but I'm not ready for that. ഓ, ഒരു സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞേ. Amen. With happy praise God. പിതാവിന്റെ കൂടെ ഇരുന്നപ്പോൾ തനിക്ക് പിതാവിനോട് കൂടെ തുല്യത ഉണ്ടായിരുന്നു. Amen. He was having the equality while he was sitting along with the God. ഒന്നുകൂടെ പറഞ്ഞേ, പിതാവിനോട് കൂടെ യേശു ആയിരുന്നപ്പോൾ യേശുവിന് പിതാവിനോട് ഒരു തുല്യത ഉണ്ടായിരുന്നു. ആമേൻ. എന്നാൽ ആ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള തന്റെ ആ തുല്യത, ആ സമത്വം മുറുകെ പിടിച്ചേക്കാം എന്ന് യേശു തീരുമാനിച്ചില്ല. Amen. He just left the holding and grasping of the equality along with the God. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മുറുകെ പിടിക്കുന്നവരാണ് നമ്മൾ. Amen. We will definitely catch tightly and grasp if we are getting something. യേശുവിനെ ലോകമെന്ന് അറിയുന്നത് യേശു തനിക്ക് കിട്ടിയത് മുറുകെ പിടിച്ചതിനാലല്ല, യേശു തന്റെ കൈകളെ തുടർന്നതിനാലാണ്. Amen. The world is knowing the Jesus today. It was not because he grasped tightly what he had. He is widely opened and left what in his hand. പിതാവ് തനിക്ക് കൊടുത്ത ദൈവത്വം, ഒന്ന് പറഞ്ഞേ, പിതാവ് തനിക്ക് കൊടുത്ത, എന്റെ കൂടെ ഒന്ന് കേറി വരണേ, വചനം ഇവിടെ കത്തും. പിതാവ് തനിക്ക് കൊടുത്ത ദൈവത്വം യേശു മുറുകെ പിടിച്ചില്ല. യേശുവിന് മുറുകെ പിടിക്കാൻ മറ്റൊന്നിനോടൊരു താല്പര്യം തോന്നി. എന്റെ കൂടെ വന്നേ. ചിലർക്ക് കത്തി. പിതാവ് കൊടുത്ത ദൈവത്വം, പിതാവിനോട് കൂടെയുള്ള സമത്വം, പിതാവിനോട് കൂടെയുള്ള തുല്യത, പിതാവിന്റെ സന്നിധിയിൽ തനിക്കുള്ള അതുല്യത മുറുകെ പിടിക്കാമായിരുന്നു. പക്ഷെ യേശുവിന് ഇഷ്ടം തോന്നിയത് അത് മുറുകെ പിടിക്കാനല്ല, പകരം പാപിയായിരുന്ന എന്നെ മുറുകെ പിടിക്കുവാനാണ് അവന് ഇഷ്ടം തോന്നിയത്. Jesus is having the might to hold on the equality and matchlessness of the word of God along with the God, but he left that and came to hold a sinner like us. ദൈവത്വം മുറുകെ പിടിക്കേണ്ടതിന് പകരം, അല്ലെങ്കിൽ ദൈവത്വം മുറുകെ പിടിക്കേണ്ട സ്ഥാനത്ത്, ആ ദൈവത്വം മുറുകെ പിടിക്കുന്നതിനേക്കാൾ എന്റെ കരത്തിൽ മുറുകെ പിടിക്കാൻ യേശുവിന് ഇഷ്ടം തോന്നി. Instead of holding and grasping the hand of God and the Godship, he had a likeness to hold my hands tightly. ആ കരങ്ങളെ ഉയർത്തിക്കൊണ്ടൊന്ന് പറഞ്ഞേ, Amen. എന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. Amen. Raise your hand and say that my hand are holded by Jesus. ഒന്നുകൂടെ പറയുക. ആ പിടി കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം പറയുക. അത് കിട്ടിയവർ മാത്രം ഒന്ന് പറയുക. അത് കിട്ടിയവർ മാത്രം ഒന്ന് പറയുക. റാഫിന ജഗർവനാദി അംധന. എല്ലാവരും എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞ നടന്ന ലോകത്ത്, ആരും എന്നെ കൈ തരുന്നില്ലെന്ന് പറഞ്ഞു നടന്ന ലോകത്ത്, അത് തിരുത്തി പറയാൻ ദൈവം നമ്മളെ ഇവിടെ കയറ്റിയത്. Amen. You have to correct that. You were saying that no one was holding my hands in the world. There is a correction happening. The God Almighty is holding your hands today. ഒരുവൻ എന്റെ കയ്യെ പിടിച്ചു. Amen. There is one person holding my hand. ഒരുവൻ എന്റെ കയ്യെ പിടിച്ചു. Amen. One has holded my hand. അത് കൗതുകത്തിന് പിടിച്ചതല്ല. Amen. 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 അത് കാര്യമായിട്ട് തന്നെ പിടിച്ചതാ. It was not caught in vain, but actually thoroughly and grasping your hand tightly. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, Amen. Then he said that ഞാൻ നിന്നെ കൈവിടുകയില്ല. I will not forsake you. ഞാൻ നിന്നെ കൈവിടുകയില്ല. I am not going to leave you alone.
ഓ, എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? Amen. What did he say? ഞാൻ ഒരു നാളും Amen. Amen. Ever. കൈവിടുകയില്ല. I will not forsake her. ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. Never I forsake you. എന്റെ കൈ നിന്നിൽ നിന്നും മാറുകയില്ല. Amen. My hand will not be taken from your hands. എന്റെ കൈ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. Always my hands are along with you. എന്റെ കൈ നിന്റെ കൂടെ സഞ്ചരിക്കും. My hands will travel along with you. ഞാൻ മുറുകെ പിടിക്കുന്നത് നിന്നെയാണ്. I grasp tightly you. എന്റെ സിംഹാസനത്തെ അല്ല, Amen. Not my throne. ഞാൻ നിന്നെ പിടിക്കുന്നു. I am catching you tightly. ഓ, ഞാൻ നിന്നെ മുറുകെ പിടിക്കുന്നു. I catch you grasping tightly. വഴുതി വീഴുകയില്ല. You will not slip down. എന്റെ കൈ ആരും നിന്നെ തട്ടിപ്പറിക്കത്തില്ല. No one will take yourself away from my hand. ആർക്കും നിങ്ങളെ Amen. എന്റെ കയ്യിൽ നിന്ന് അപഹരിക്കാൻ കഴിയുകയില്ല. No one can steal you from my hands. ഒരു പിശാചിന് നിന്നെ പറിക്കാൻ പറ്റത്തില്ല. No demon power can pluck you from my hands. ആർക്കും നിന്നെ എന്റെ കയ്യിൽ നിന്ന് അടർത്തിക്കൊണ്ട് പോകാൻ കഴിയാതെ വണ്ണം ഞാൻ നിന്നെ മുറുകെ പിടിക്കുകയാണ്. No one ever will pluck you from my hand. That tightly I am holding you up in my hands. Amen. ഓ, ഇതൊന്ന് കത്തട്ട സഭയുടെ ഹൃദയത്തിനകത്ത്. Amen. Yes. Amen. Thank you, Jesus. എല്ലാ സങ്കടങ്ങളും ഈ ദൂതിന്റെ ശക്തിക്ക് മുമ്പിൽ അഴിഞ്ഞു പോകട്ടെ. Let all the sorrows be untied and be distracted with the power of word of God manifesting today. നീ ഏറ്റ എല്ലാ റിജക്ഷനുകളും ഈ വചനത്തിന്റെ അകത്ത് അവസാനിക്കുകയാണ്. All the rejections that you're getting is going to end in this word of God. ഞാൻ ഒറ്റയ്ക്കല്ല. Amen. I am not alone. ഞാൻ തനിച്ചല്ല. I am not alone. എന്റെ പേര് അനാഥനെന്നല്ല. Amen. I am not an orphan. ഞാൻ കൈവിടപ്പെട്ടവനല്ല. I am not the forsaken one. ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനല്ല. I am not the rejected and forsaken one. ഞാൻ മുറുകെ പിടിക്കപ്പെട്ടിരിക്കുന്നു. I am being tightly holded. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. Paul said that with Christ I am being caught up. ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. I am being caught by Jesus. ഞാൻ ക്രിസ്തുവിനാൽ I പിടിക്കപ്പെട്ടിരിക്കുന്നു. am being caught by the Jesus. യഹൂദ ഗോത്രത്തിലെ സിംഹം എന്നെ പിടിച്ചിരിക്കുന്നു. The lion of the tribe of Judah has holded me up. അവന്റെ പക്കൽ നിന്ന് ആർക്കും എന്നെ വേട്ടയാടാൻ ധൈര്യമില്ല. From the lion of Judah no one can be hunting me away from his presence. ഞാൻ അവന്റേതായി കഴിഞ്ഞിരിക്കുന്നു. I am one of the part of the body of Christ. യേശു ദൈവ സിംഹാസനത്തെക്കാൾ വലുതായ ഒന്നിനെ കണ്ടു. Amen. More than the throne of Jesus, he has seen a bigger person than that. അത് കണ്ടപ്പോൾ യേശു ആ വലിയ സിംഹാസനത്തെ വിട്ടിട്ട് അതിനെ നേടാൻ ഇറങ്ങി വന്നു. After watching the least one, the least Jesus has left alone the throne and descended down to the earth to catch me. യേശു തന്റെ സിംഹാസനത്തെക്കാൾ വലുതൊന്നിനെ കണ്ടു. Amen. More than amen, the throne of Jesus, he has seen me. അത് കണ്ടപ്പോൾ യേശു അത് വിട്ടിട്ട് താൻ കണ്ടതിനെ നേടാനായി ഇറങ്ങി പുറപ്പെട്ടു. Amen. Jesus has left the throne of heaven and descended to heaven to grasp it tightly. ദൈവ സിംഹാസനത്തെക്കാൾ മൂല്യമേച്ചതായ നിലയിൽ യേശു കണ്ടത് നിങ്ങളെയാണ്. Amen. More than valuable than the throne of heaven, Jesus is counting you the valuable person than the heavens. വിലയേറിയവരെ ഞാൻ നിങ്ങളോട് പറയുന്നു. ശ്രേഷ്ഠതയേറിയവരെ ഞാൻ നിങ്ങളോട് പറയുന്നു. മൂല്യമേറിയവരെ ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിന്റെ കണ്ണുകളിൽ തിളക്കമുണ്ടാക്കിയവരെ ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിന്റെ ഹൃദയത്തിൽ ആകർഷണീയത ഉണ്ടാക്കിയവരെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ അവന് ശ്രേഷ്ഠമേറിയവരാണ്. You are the chosen one and the upright person. You are the one who has chosen and making delight in the heart of Jesus. Oh. Yes, yes, yes. Yes. Oh. Hallelujah. Hallelujah. Oh. എത്ര പേരിൽ ഈ വചനം കത്തുന്നുണ്ട്? Amen. How many of you are set on fire hearing this word of God? Amen. Oh.
എത്ര ഹൃദയങ്ങളിൽ ഇത് കയറി? ഈ ദൂതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ നിങ്ങളെ ഒന്ന് കണ്ടേ. Amen, amen. Under the light of this word, see yourself. അടുത്ത 1, 2, 3, 4 സെക്കൻഡുകൾ നിങ്ങൾ ഈ ദൂതിന്റെ വെളിച്ചത്തിൽ നിങ്ങളെ ഒന്ന് കണ്ടേ. Amen. You are going to see yourself under the light of this word for next few seconds. തീർന്നില്ല. Amen. Not ended. തീർന്നില്ല. നിങ്ങൾ യേശുവിന്റെ കണ്ണിലൂടെ നിങ്ങളെ ഒന്ന് നോക്കിക്കേ. Amen. Through the eyes of Jesus, look yourself. ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്ന ദൈവപുത്രനായ ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ നിങ്ങൾ നിങ്ങളെ ഒന്ന് കണ്ടേ. Amen. You should see yourself through the Jesus who was the Son of God and was seated on the thrones of heaven. നിനക്കിനി ആ പഴയ രീതിയിൽ അങ്ങനെ വർത്താനം പറയാൻ പറ്റുമോ? Amen. 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 നിനക്കിനി ആ പഴയ തകർന്നവന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റുമോ? Are you able നിനക്ക് ആ മുടിഞ്ഞവന്റെ വാക്കിനി ദൈവത്തോട് പറയാൻ പറ്റുമോ? നിനക്ക് ആ പേടിയുള്ളവന്റെ വാക്കായിട്ട് നിനക്കിനി തുടരാൻ പറ്റുമോ? നിനക്ക് ആ ഉപേക്ഷിക്കപ്പെട്ടവന്റെ നിലയിൽ നിന്റെ ആത്മീക ജീവിതത്തെ കാണാൻ പറ്റുമോ? മാറുകയാണ് നിലവാരങ്ങൾ. Amen. നിന്റെ നിലകൾ മാറുകയാണ്. നിന്റെ നിലകളെ ദൈവം മാറ്റുകയാണ്. യെസ് 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 ഒന്ന് കാണുക. നിങ്ങളെ വിലയിരുത്തുക. നിങ്ങളെ തന്നെ വിലയിരുത്തുക. നിങ്ങളെ തന്നെ വിലയിരുത്തുക. നിങ്ങളെ തന്നെ വിലയിരുത്തുക. യെസ് റൈറ്റ് നൗ നിങ്ങളെ തന്നെ വിലയിരുത്തുക. ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളെ വിലവെക്കുക. Amen. Unto the light of this word, estimate yourself. ഈ വചനത്തിന്റെ നിലയിൽ നിങ്ങൾ അളക്കുക. യെസ് ഈ നിലയിൽ മാത്രം നിങ്ങൾ നോക്കുക. മറ്റെല്ലാം മറക്കുക. വേറെ എല്ലാം മാറ്റി വെക്കുക. യെസ് യെസ് യെസ്. ഓ ഹല്ലേലൂയ. Rafana bashata da kaba hatiri dia udhara bahadini de kabo hoshiti di kaba remeneli amthana dana swiri di garaba lemthene menelo shagatana. അവൻ വിട്ട് കളഞ്ഞത് എന്തിനെയാണ്? എന്തിനെ യേശു വിട്ട് കളഞ്ഞത്? പറ, എന്തിനെ യേശു വിട്ട് കളഞ്ഞത്? Amen. What the Jesus left? യേശു എന്തിനെ വിട്ട് കളഞ്ഞു? What the Jesus has rejected? ഒന്ന്, അവൻ ദൈവസിംഹാസനത്തെ വിട്ട് കളഞ്ഞു. First thing, he has left the throne of heaven. എല്ലാവരും പറ എന്നോട് കൂടെ, യേശു ദൈവസിംഹാസനത്തെ വിട്ട് കളഞ്ഞു. അടുത്തിരിക്കുന്ന ഒരു തട്ടിട്ട് പറയാം, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. It is for you. കൈ കൊടുത്തിട്ടല്ല, ഒരു തട്ട് കൊടുത്തിട്ട്, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ജീസസ്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സമത്വം വേണ്ടെന്ന് വെച്ചു. He left the equality with the God. ഒരു ഇടി കൊടുത്തിട്ട് പറ, അത് നിങ്ങളോട് സമനാകാനാ. Amen. To become an equality with you, he left that. പറഞ്ഞില്ലല്ലേ? Amen. ഇടി കൊടുത്തില്ലല്ലേ? Yes. തട്ടിയില്ലല്ലേ? ഇത് പറയാതെ പറ്റത്തില്ല. ആമേൻ. അവൻ ദൈവസിംഹാസനം വേണ്ടെന്ന് വെച്ചു. He gave up the heavenly throne. അത് എന്നെ വേണ്ടിയിട്ടാണ്. Amen. It is for you. അത് എന്നെ വേണ്ടിയിട്ടാണ്. It is for mine. അത് എന്നെ ആവശ്യമുള്ളതിനാലാണ്. He needs me. അവന്റെ കണ്ണെന്നെ ആ നിലയിൽ കണ്ടത് കൊണ്ടാണ്. His eyes been attracted me like that. അതുകൊണ്ട് യേശു പ്രാർത്ഥിച്ചു. Amen. So that Jesus prayed. പിതാവേ, Amen. Heavenly പിതാവേ, Father. ഞാൻ ഇരിക്കുന്ന ഇടത്ത് Amen. Where I am seated. അവരും they also എന്നോട് കൂടെ Amen. Along with me. ഇരിക്കണം. To be seated. ഹല്ലേലൂയ. ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിനകത്തെ ക്രിസ്തു വെളിപ്പാടുകളുടെ യുഗത്തിന്റെ തിരശീല ഉയർന്നിരിക്കുകയാണ്. The veil of the revelation of the Jesus for the life changer prophetic church has been opened. ഹല്ലേലൂയ. സഭ ഇനി പണിയപ്പെടാൻ പോകുന്നത് ഈ വെളിപ്പാടുകളുടെ മേലാണ്. Under this revelation the church is going to build up. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഇനി ഇതിൽ വേരുഭാഗപ്പെടും. And the root of this revelation is going to be rooted in you. നിങ്ങൾ ഇതിലെ ദൈവം ഈ കാലഘട്ടത്തിൽ പണിയുന്ന ഉരുക്കു മനുഷ്യരായി മാറാൻ പോകുകയാണ്. This is the iron person that you are building here for the ages of today's. നെഞ്ചിൽ കൈവച്ച് പറ, ഞാൻ ക്രിസ്തുവിൽ ഒരു ഉരുക്കു മനുഷ്യനാണ്. I am an iron person
person in Christ. Hallelujah. ജീസസ് ദൈവത്തോടുള്ള സമത്വം വേണ്ടെന്ന് വെച്ചു. I mean, he gave up the equality along with the God. അടുത്ത ചോദ്യം എന്തിനു വേണ്ടി? I mean, for what? നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഇതല്ലേ മുമ്പേ പറഞ്ഞത്, പിന്നെ എന്തിനാ ഈ പാസ്റ്റർ തന്നെ ചോദിക്കുന്നേ? You may be thinking that it's a repetition. Why this question's been asking again? ഇത് പിശാച് ഒരിക്കലും മനസ്സിൽ നിന്ന് എടുത്ത് കളയരുത്. Amen, 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 amen. ഇതൊരിക്കലും അവൻ മോഷ്ടിക്കരുത്. Amen, amen, amen. ഇതൊരിക്കലും പാറ സ്ഥലത്തെ വിത്താകരുത്. ഇതൊരിക്കലും മുള്ളിനിടയിൽ കിടന്ന് ഞെരുങ്ങരുത്. ഇതിനി വഴിയെ പോകുമ്പോൾ വേറെ പ്രസംഗം കേട്ട് ഇത് ചവിട്ടപ്പെടരുത്. ഇത് 100 മേനി കൊയ്ത്തിന് വിധേയമാകണം. അതുകൊണ്ട് പിന്നെയും 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 ഇത് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെയും 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 ഇത് റിമൈൻഡ് ചെയ്യുകയാണ്. എന്ത് 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 ദൈവസിംഹാസനം വേണ്ടെന്ന് വെച്ചു. എന്തിന്? എന്നെ വേണ്ടിയത് കൊണ്ട്. Amen. Why he has given up the heavenly throne just to earn me. ദൈവത്തിന്റെ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ ശരീരത്തിൽ മനസ്സിൽ ഇതിന്റെ സുഖം കിട്ടുന്ന ഒരു മാത്രം 1-2 പേരൊന്ന് എഴുന്നേറ്റേ. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരെ ഒന്ന് തൊട്ടേ. ആമേൻ. എന്നിട്ട് നിങ്ങൾ അവരോടൊന്ന് പറഞ്ഞ ഈ കാര്യം. ഓ ജീസസ്. കാരണം ഇത് അത്ര ശക്തമേറിയതാണെന്നേ. ദൈവത്തിന് തന്റെ സിംഹാസനം വേണ്ടെന്ന് വെക്കാൻ തോന്നി. അത് മോനെ നിന്നെ കണ്ടപ്പോഴാ. ആമേൻ. യേശു പിതാവിനുള്ള സമത്വം വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചു. അത് ഷിബിനോട് സമനാകാനാണ്. Jesus has decided to give up the equality along with the God to equal with Christy pastor. ഈ ദൂത് അതിന്റെ ശക്തിയിൽ അങ്ങ് ലയിക്കട്ടെ. Amen. Let this word be powerfully enter in you. Amen. എന്നോട് സമനായ ദൈവം. A God who equaled me. Amen. തുല്യത. Amen. The equality. എല്ലാരും ആ വാക്ക് പറ. തുല്യത. Equality. തുല്യത. Equality. തുല്യത. Equality. തുല്യത. 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 റാഫീന ജഗസിയ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഇതിനിടയ്ക്ക് എഴുന്നേക്കണമെങ്കിൽ എഴുന്നേക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. തുല്യത. Equality. എന്നോട് എൻ്റെ ദൈവം തുല്യനായി. Amen. The God has equaled with me. എന്നോട് എൻ്റെ ദൈവം തുല്യനായി. The God leveled with me. എല്ലാരും അത് പറ. യേശു എൻ്റെ ദൈവം. പറഞ്ഞേ യേശു Jesus, എൻ്റെ ദൈവം my God, എന്നോട് Amen, തുല്യനായി. equal. അതുല്യനായവൻ എന്നോട് തുല്യനായി. The unmatchable has matched with me. ആ വാക്കെല്ലാരും പറ. അതുല്യനായവൻ Amen. എന്നോട് തുല്യനായി. The unmatchable God has matched with my level. എല്ലാരും പറ. അതുല്യനായവൻ Unmatchable. എന്നോട് തുല്യനായി. Amen. Matched me. അത് പറഞ്ഞു. അതുല്യനായവൻ Amen. എന്നോട് തുല്യനായി. എന്നോട് തുല്യനായി. എല്ലാറ്റിലും എല്ലാത്തിലും. എല്ലാറ്റിലും For everything. അതുല്യനായിരുന്നവൻ Unmatchable. പാപമൊഴികെ Unless the സകലത്തിലും for everything. എന്നോട് Along with me. തുല്യനായി. He became equal to me. ചോദ്യം പിന്നെയും എന്തിന്? Amen. The question is for what? എന്തിന്? For what? യേശു അതുല്യനായിരുന്ന യേശു എന്നോട് തുല്യനായി എന്ന് എല്ലാവർക്കും പറയാം. പക്ഷെ അത് എനിക്ക് വേണ്ടിയാണെന്ന് പറയാൻ ധൈര്യം വേണം. Amen. You should have the courage that the unmatchable Jesus was leveled my matching. For what? It's for me. You should have the courage for that. Yes, Lord. അതങ്ങനെ പറയാൻ ഇച്ചിരി കപ്പാസിറ്റി വേണം. ചുമ്മാ പറ്റത്തില്ലെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 5-6 വർഷം ഞാൻ ദൈവവചനം പഠിച്ചവനാ വേദപാഠശാലകളിൽ. പക്ഷെ അവിടെ വെച്ച് എനിക്ക് ധൈര്യം കിട്ടിയില്ല ഇത് പറയാൻ.
കിട്ടിയില്ല. 6 വർഷത്തെ തിയോളജി പഠനം പോരായിരുന്നു ഇത് പറയാൻ. ആമേൻ, ഹല്ലേലൂയ. അതിന് കാലഘട്ടങ്ങൾക്ക് ശേഷമുള്ള വർഷങ്ങൾ നീണ്ട വായനകൾ പോരായിരുന്നു എനിക്കിത് പറയാൻ. പക്ഷെ ഇന്ന് ഇത് പറയാൻ എന്നെ പ്രാപ്തനാക്കുന്ന ഒരു പേരാണ് കൃപ. The grace is making you to declare that the unmatching Jesus has matched my level. ലോകത്താർക്കും പറയാൻ കഴിയാത്തത് പറയാനുള്ള ധൈര്യം കൃപ എനിക്ക് നൽകുന്നു. The God is giving you the grace to proclaim what everyone in the world cannot speak out. അതുല്യനായിരുന്ന ദൈവം എന്നോട് തുല്യനായി. Unmatchable Jesus, the God has became the equality with me. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ നിന്നെ പോലെയാണ്. Jesus said that I am now being like you. പേടിക്കണ്ട, ഞാൻ ഇപ്പോൾ നിന്നെ പോലെ ആയിരിക്കുന്നു. Don't fear, I am along with you like you. നീ നിന്റെ അവസ്ഥയോർത്ത് വിഷമിക്കണ്ട, ഞാൻ ഇപ്പോൾ നിന്നെ പോലെ ആയിരിക്കുന്നു. Don't be oppressed with your circumstances. I am being like you now. ഞാൻ ഇപ്പോൾ നിന്റെ അവസ്ഥയിലായിരിക്കുന്നു. I am in your situation now. ഞാൻ ഇപ്പോൾ നിന്റെ അവസ്ഥയിലായിരിക്കുന്നു. I am now in your situation. ഞാൻ ഇപ്പോൾ നിന്നെ പോലെ ആയിരിക്കുന്നു. I am now being like you. ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ സിംഹാസനം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. And for you I have gave up my throne. ഞാൻ അത് വിട്ടിട്ട് ഇപ്പോൾ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. I left and descended it for you. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിന്നെ പിടിക്കാനാണ്. Amen. Now I came here to hold you. നിന്നെ പിടിക്കാനാണ്. Amen. To catch you. ഞാൻ ആ അതുല്യത അവിടെ നിന്ന് വിട്ടിട്ട് ഇവിടെ വന്നത് നിന്നോട് തുല്യനാകാനാണ്. I gave up that unmatchability in the heaven and descended here. Amen. To become like you and be with you. എന്തിനു വേണ്ടി? Amen. For what? ഞാൻ ഇവിടെ വന്ന് നിന്നോട് തുല്യനാകും. Amen. I will come here and I will become. ഞാൻ ഇവിടെ വന്ന് നിന്നോട് തുല്യനായത്. I will become equal to you. ഞാൻ ആ സിംഹാസനത്തെ മുറുകെ പിടിക്കാഞ്ഞത് I couldn't hold tightly the heavenly മോനെ ക്രിസ്റ്റി നിന്നെ മുറുകെ പിടിക്കാനാണ്. To tight you hold. കുഞ്ഞെ, ഞാൻ നിന്നെ മുറുകെ പിടിച്ചിരിക്കുന്നത്. Amen. ഞാൻ നിന്നെ മുറുകെ പിടിച്ചിരിക്കുന്നത് The reason why I catch you tightly. ഇനി നിന്നെ എന്നെ പോലെ ആക്കാനാണ്. Amen. Hereafter, to make you matching like me, I am holding you tightly. Ha ha ha. Oh Rakama. ഒറ്റ ദൂതനാൽ ഇനി ഇതിനകത്തൊരു ബോംബ് വീഴും. With one message we are going to get a blasting of bomb here. ക്രൈസ്റ്റ് അകത്തുള്ളവന് ഇനി തുള്ളാതിരിക്കാൻ പറ്റത്തില്ല. And the one who has the Christ within cannot be here leaping up. ജീസസ് അകത്ത് ഉള്ളവൻ, ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്നവന്റെ ട്രംപ് കാർഡ് ഇപ്പൊ ഞാൻ ഇടാൻ പോവുകയാണ്. Amen. The one who is holding the Jesus in him, I'm going to open the realms of your life here. പിതാവ്, The Father, വചനമായ തന്റെ പുത്രനെ തന്നോട് തുല്യനാക്കി. Amen. He made the Son, the Word, equal to him. പിതാവിനോട് തുല്യത പാലിച്ചിരുന്ന പുത്രനാം വചനമാം ദൈവം. Amen. The Son, the Word of God, who was equal to God. ആ പദവി തുല്യത മുറുകെ പിടിക്കാതെ അവിടുന്ന് കൈ അയച്ചു. Amen. He gave up that equality and unholded his hand from that equality of Father. പിതാവ് തന്നെ പിതാവിനോട് തുല്യനാക്കി. എന്നാൽ യേശു ചെയ്ത കാര്യം എന്താണ്? പിതാവ് തനിക്ക് നൽകിയ അതുല്യതയെ, പിതാവ് തനിക്ക് നൽകിയ ശ്രേഷ്ഠ സിംഹാസനത്തെ, പിതാവ് തനിക്ക് നൽകിയ ദൈവീകതയെ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, ആ വിചാരം കൊണ്ട് അവിടെ ഇരിക്കാതെ യേശു വേറൊന്ന് വിചാരിച്ചു. Amen. The Jesus, the Heavenly Father, have decided to make the Jesus equal to him, but the Jesus decided not to catch that equality with God, and he started thinking of something else. ഒന്നുകൂടെ നമുക്കത് പറയാം. എൻ്റെ കൂടെ നിങ്ങളത് പറയണം. പിതാവ് നൽകിയതിനെ മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ, എല്ലാരും പറ, എല്ലാരും പറ, എല്ലാരും പറ, എല്ലാരും പറ, എല്ലാരും പറ. പിതാവ് കൊടുത്തതിനെ മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ യേശു വേറെ ഒന്ന് വിചാരിച്ചു. യേശു മറ്റൊന്ന് വിചാരിച്ചു. തീർന്നില്ല. ആ സിംഹാസനത്തിലിരുന്ന് while sitting in that throne,
ആരും വിചാരിക്കാത്തൊരു വിചാരം യേശുവിന്റെ അകത്ത് കയറി. A thought has entered in Jesus' mind which never a person think of. തീർന്നില്ല. ഒരിക്കലും അവിടെ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം യേശു ചിന്തിച്ചു. I mean, Jesus started thinking while seated in that throne that ever a person could think of while seated in that. Listen me, അവിടെ ഇരുന്നുകൊണ്ട് മറ്റാർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം യേശു വിചാരിച്ചു. Jesus started thinking a particular thing no one else could sit there and thinking of. ആ വിചാരം അകത്ത് കേറിയത് മുതൽ സിംഹാസനത്തിലുള്ള യേശുവിനെ പിടി അയയാൻ തുടങ്ങി. Amen. He gradually unholding the grasping power of that throne when he started thinking that. ദൈവമെന്ന കസേരയിൽ നിന്നുള്ള യേശുവിനെ പിടി അയയാൻ തുടങ്ങി. Amen. He started gradually unholding the seat of God. യേശു മറ്റൊന്ന് വിചാരിച്ചു. Amen. Jesus started thinking something else. എന്തായിരുന്നു ആ വിചാരം? Amen. What was that? എന്തായിരുന്നു ആ വിചാരം? Amen. മുമ്പേ ഞാൻ പറഞ്ഞു ആ വിചാരം നിങ്ങളായിരുന്നു. Amen. His thinking was you. നിങ്ങളെ യേശു വിചാരിച്ചു. He was thinking about you. നിങ്ങളെ യേശു ഓർത്തു. Amen. He remembered you. നന്നായിട്ട് ഓർത്തു. Amen. Thoroughly he remembered. ശരിക്കും ഓർത്തു. Amen. Thoroughly he remembered. എല്ലാ കാര്യങ്ങളും ഓർത്തു. He remembered everything about you. സകല കാര്യങ്ങളും ഓർത്തു. He thought about everything of yours. അതിൽ നിങ്ങളുടെ ശക്തിയെക്കുറിച്ചും ബലഹീനതയെക്കുറിച്ചും നിങ്ങളുടെ വിശുദ്ധിയെക്കുറിച്ചും നിങ്ങളുടെ വീഴ്ചകളെക്കുറിച്ചും നിങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ചും നിങ്ങളുടെ അവിശ്വസ്തതകളെക്കുറിച്ചും നിങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ചും നിങ്ങളുടെ നിലംപൊത്തിയുള്ള വീഴ്ചകളെക്കുറിച്ചും വരെ അവൻ വിചാരിച്ചു. He started thinking about your downfall, your power, your weakness. Every realms of your life was going through the brain and heart of Jesus while he was thinking about you. സകലതും വിചാരിച്ചു. Everything he started thinking. അടുത്തിരിക്കുന്നൊരു തൊട്ടിട്ട് ഒന്നുപോലും വിചാരിക്കാതിരുന്നില്ല. There is nothing that he left thinking of. നിങ്ങളെ സംബന്ധിക്കുന്ന സകലതും അവൻ വിചാരിച്ചു. Everything related to you, he was thinking about you. നെക്സ്റ്റ്, ഈ പിതാവ് നൽകിയ തുല്യത അവിടെ ഇരിക്കുന്നു കൊണ്ട് അത് മാത്രം ചിന്തിക്കേണ്ട നേരത്ത് അവിടുന്ന് വേറിട്ട വഴിയിൽ ചിന്തിച്ചു. അവിടുന്ന് ചിന്തിച്ചത് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. Instead of that equality, that Jesus has traveled in another way of thinking. അവിടെ ഇരുന്നു കൊണ്ട് യേശു മറ്റൊന്ന് ചിന്തിച്ചു. ആ ചിന്ത ഇതാണ്: നമ്മളെ പിതാവ് ഇരുത്തിയെടുത്ത് ഒരു ദിവസം ഇരുത്തണം. Amen. The Jesus has started thinking, we, the people of God, he should make sit where the Jesus has seated. ഒന്നൂടെ നമുക്കത് കേൾക്കാം. നമ്മളെ ശരിക്കും ഈ നമ്മളെ തന്നെ നമ്മൾ പുണ്യാളന്മാരായി കാണുന്ന മറ്റു പലരെ അല്ല. നമ്മളെ ശരിക്കും ഈ വഴക്കാളികളായ നമ്മളെ, ഈ തല്ലിപ്പൊളികളായ നമ്മളെ, ഈ കൊള്ളരുതാത്തവരായ നമ്മളെ, ഈ വെറും കുശുമ്പും അഹങ്കാരവും ഒക്കെ പിടിച്ച നമ്മളെ, എത്ര നേരെയാകാൻ നോക്കിയാലും നേരെയാക്കാൻ പറ്റാത്ത നമ്മളെ നേരെയാക്കി, തേജസ്സുള്ളതാക്കി, മഹത്വം കൊണ്ട് നിറച്ച് താൻ ഇരിക്കുന്നിടത്ത് ഇരുത്തുമെന്നൊരു വിചാരം യേശുവിന്റെ അകത്ത് കയറിപ്പറ്റി. Jesus started thinking the way that was the least, worldly person, the least, though that person, he started thinking of us making to sit, in the heaven along with the God Almighty. Hallelujah! 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 ആ അംഗീകാരം ദൈവഹൃദയത്തിൽ എന്നെ കുറിച്ചുണ്ടായി. Amen. The recognition of yourself has been started in the mind of Jesus for you. Oh. Jesus.
ആ ഇരിക്കുന്ന കസേരയിൽ നിന്ന് ചിലരങ്ങ് ഫ്രീസായി പോകും, ചിലർ മിന്നൽ പോലെ കടന്ന് ജ്വലിക്കും. വിവിധങ്ങളായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതിന്റെ കാരണം ഈ ദൂത് വന്ന് തൊടുന്നത് നിങ്ങളുടെ ആത്മാവിനെയാണ്. ദൈവ സ്വരൂപത്തിൽ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടും ഞാൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് സാത്താൻ എന്തിനെ നോക്കി ചിരിച്ചോ, അതാണ് ഈ ദൂത് കേൾക്കുമ്പോൾ കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നത്. അഗ്നിജ്വാല പോലെ അതിന്റെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. അത് മിഴി തുറന്ന് തന്റെ സൃഷ്ടാവിന്റെ പദ്ധതിയെ നോക്കി ആഹ്ലാദിക്കുകയാണ്. യെസ്, യുഗങ്ങൾക്ക് പൂർവകാലങ്ങൾക്ക് മറഞ്ഞു കിടന്ന മർമ്മം കേട്ട് അത് ഇന്നു പകൽ ആത്മാവ് അതിന്റെ സന്തോഷ ചൈതന്യങ്ങളിൽ എഴുന്നേൽക്കുകയാണ്. അത് ഉയർത്തെഴുന്നേൽക്കുകയാണ്. യെസ്, നിങ്ങളുടെ ആത്മാക്കളായ ബദ്ധന്മാർ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വിശാല സൗന്ദര്യത്തിൽ ഈ പകൽ സന്തോഷിക്കുകയാണ്. യെസ് 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 യെസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Hallelujah. Hallelujah. ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഈ മെസ്സേജ് ഒന്ന് കേൾക്കണം കേട്ടോ. 3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. In 3 days, at least one time you have to hear this message. ഹല്ലേലൂയ. നിങ്ങൾ കരുതുന്നുണ്ടോ ഞാനിത് തയ്യാറാക്കി കൊണ്ടുവന്നൊരു പ്രസംഗമാണെന്ന്? ജീസസ്, ഇതൊക്കെ കുറിപ്പടികളില്ലാത്ത സന്ദേശങ്ങളാണ്. These messages are not with the notes. It's not a prepared message. തുറക്കപ്പെട്ട ഒരു ബൈബിൾ അല്ലാതെ പിന്നെ തുറന്നു നിൽക്കുന്ന സ്വർഗം പറയുന്നത് അതുപോലെ പറയുക. The heavens have opened and without any preparation, an opened Bible, this message just came out. ഇതൊക്കെ പരിശുദ്ധാത്മാവ് ഒരു പ്രവചനം ഒരു മനുഷ്യനോട് നമ്മൾ പറയുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് തന്റെ നിയോഗത്താൽ പ്രവചിക്കുന്ന ദൂതുകളാണ് ഇതൊക്കെ. Amen. This is a message the Holy Spirit is giving you like a prophecy. Amen. A quick message. എൻ്റെ കയ്യിലിരിക്കുന്ന മൈക്ക് പോലെ മാത്രമാണ് ഞാനിപ്പോൾ കർത്താവിന്റെ കരങ്ങളിലായിരിക്കുന്നത്. യേശുവിന് നിങ്ങളോട് സംസാരിക്കുകയാണ്. പരിശുദ്ധ റൂഹായാണ് നിങ്ങളോട് ഡയറക്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട നമ്മുടെ കാതുകൾ എത്രയോ ഭാഗ്യമുള്ളവ. നമ്മളെ ശരിക്കും ഈ നമ്മളെ നമുക്കറിയാവുന്ന നമ്മളെ മറ്റു പലരും മനസ്സിലാക്കാത്ത പോലെ നമ്മൾ തിരിച്ചറിയുന്ന ഈ നമ്മളെ, അവരിവരും അറിയുന്ന നമ്മളെയല്ല, മറ്റുള്ളവർ നല്ലതെന്ന് പറയുന്ന നമ്മളെയല്ല, പിശാചിന് ശരിക്കും അറിയാവുന്ന ഈ നമ്മളെ. ഏയ് കമോൺ, പിശാചിന് ശരിക്കും അറിയാവുന്ന ഈ നമ്മളെ. സാത്താൻ 1000 അപവാദങ്ങൾ ദൈവസന്നിധിയിൽ എപ്പോഴും വാതോരാതെ പറയുന്ന ഈ നമ്മളെ ദൈവത്തിൻ്റെ അഗ്നിജ്വാല കണ്ണുകൾക്ക് ശരിക്കും അറിയാവുന്ന ഈ നമ്മളെ, നഗ്നവും മലർന്നതും ഉള്ളതുപോലെയും ദൈവം അറിയുന്ന ഈ നമ്മളെ, വിചാരങ്ങൾ അറിയുന്ന, നിലവുകൾ അറിയുന്ന, പാപങ്ങൾ അറിയുന്ന, നമ്മിലെ ആസക്തികൾ അറിയുന്ന, നമ്മളിലെ വീഴ്ചകൾ അറിയുന്ന ഈ നമ്മളെ തന്നോടുകൂടെ ഇരുത്തണമെന്ന വിചാരം യേശുവിനുണ്ടായി. എന്നതാ 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 തന്നോടുകൂടെ ഇരുത്തണം. ഒരു 5 പേരെ തൊട്ട് പറ, യേശുവിനോട് കൂടെ നിങ്ങളെ. അതാണ് യേശുവിനോട് കൂടെ, യേശുവിനോട് കൂടെ. കർത്താവിനോട് കൂടെ ഞാൻ, കർത്താവിനോട് കൂടെ ഞാൻ, along with Jesus I. കർത്താവിനോട് കൂടെ ഞാൻ. കേട്ടോ പറഞ്ഞേ, മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ കൂടെ ഞാൻ.
കർത്താവിൻ്റെ കൂടെ ഞാൻ, കർത്താവിൻ്റെ കൂടെ ഞാൻ, കർത്താവിൻ്റെ കൂടെ ഞാൻ, ഞാൻ കർത്താവിൻ്റെ കൂടെ ഉണ്ട്. ലിസൺ മീ, ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററി ഇനി പറയാൻ പോവാണ്. കർത്താവിൻ്റെ കൂടെ ഞാൻ. ഇത് പൊതുസഭയിൽ പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? സ്വന്തം കുടുംബക്കാരോട് ഇത് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ കൂട്ടുകാരോട് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? കളിയാക്കുമെന്ന് ഉറപ്പുള്ളിടത്തും ഇത് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? തല്ലുകൊള്ളുമെന്നും ഉറപ്പുള്ളിടത്ത് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? വില കിട്ടത്തില്ലെന്നുള്ളിടത്തും പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? എന്നതാ? കൂടുതലൊന്നുമില്ല. ഞാൻ കർത്താവിൻ്റെ, യേശുവിൻ്റെ കൂടെയുണ്ട്. യേശു എൻ്റെ കൂടെ ഉണ്ടെന്നല്ല, ഞാൻ കർത്താവിൻ്റെ കൂടെ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ. നാട്ടുകാരും വീട്ടുകാരും എല്ലാം മാന്യന്മാരെന്ന് കരുതുന്ന ആൾക്കാർ വന്നിരിക്കുമ്പോൾ അവരുടെ നടുവിൽ നിങ്ങൾ പറയുന്നു, ഞാൻ കർത്താവിൻ്റെ കൂടെയുണ്ട്. പള്ളിക്കാരും ദേശക്കാരും നാട്ടുകാരും നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ കൂടെയുണ്ട്. സംഗതി തിരിയുക, റൂട്ട് മാറുക. ഈ പറഞ്ഞു വരുന്നതിന് ഇച്ചിരി മൂർച്ച കൂടും. നീ അത് പറയരുതെന്നുള്ളതാണ് പിശാചിന്റെ ആഗ്രഹം. The Satan is having the desire you should not proclaim that I am with Jesus. Yes. എന്താ തെളിവ്? Amen. What is the proof? ഈ കഥക് ഇതിൻ്റെ അപ്പുറത്ത്, ഇതിൻ്റെ അപ്പുറത്ത്, ഈ കഥകിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ശബ്ദം കേൾക്കാം. അങ്ങനെ ശബ്ദം കേൾക്കാം. ആ ഓരോ ശബ്ദത്തിലും യേശുവിൻ്റെ മാംസം പറയുക. ആ ഓരോ ശബ്ദത്തിൻ്റെ അപ്പുറത്ത് യേശുവിൻ്റെ ദേഹത്ത് അടികൾ വീഴുക. യേശുവിൻ്റെ ശരീരത്ത് കർത്താവിൻ്റെ ദേഹത്തുനിന്ന് ചോര പൊടിയുന്ന മർദ്ദനങ്ങൾ ആ കഥകിനപ്പുറത്ത്. തൊട്ടിപ്പുറത്ത് വെളുപ്പാങ്കാലത്ത് ഒരു 2:30 മണി, അടുത്ത ഷെഡ്യൂളിലേക്ക്, ഷിഫ്റ്റിലേക്ക് ജോലിക്ക് കയറേണ്ട പടയാളികൾ വന്ന് നിൽക്കുന്നു. ആ സമയം കുറച്ച് പേർ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുവൻ പോയി, അയാൾ ചെന്ന് ആ കൂടെ ഇരുന്നു. തീ കാഞ്ഞുകൊണ്ടിരുന്നു. അതിലെ വന്നൊരു പെൺകുട്ടി ചോദിച്ചു, നീയും ആ യേശുവിൻ്റെ കൂടെയുള്ള ആളല്ലേ? നീയും ആ യേശുവിൻ്റെ കൂടെയുള്ള ആളല്ലേ? നീ സ്നാനപ്പെട്ടോന്ന് ചോദിച്ചില്ല, നീ പ്രവചിക്കുമോയെന്ന് ചോദിച്ചില്ല, നീ അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിച്ചില്ല, നിനക്ക് അന്യഭാഷ ഉണ്ടോ എന്ന് ചോദിച്ചില്ല, നിനക്ക് കൃപാവരം ഉണ്ടോ എന്ന് ചോദിച്ചില്ല, നീ 3-4 ദിവസം ഉപവസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല, സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ ആ നസ്രായനായ യേശുവിൻ്റെ അരമനമുറ്റത്തെ പുലർകാലത്തെ ഈ തീയുടെ അരികിൽ നീ എന്തിനാ വന്നിരിക്കുന്നത്? ശരീരത്തിന് സുഖം കിട്ടാൻ. എന്തിനാ? എൻ്റെ ഈ മേനിക്കിച്ചിരെ സുഖം വേണം, അതിനാ വന്നിരിക്കുന്നത്. എന്തിനാ നിൻ്റെ യേശു? ഞാൻ സുഖിക്കുന്ന ഈ സമയത്ത് അപ്പുറത്ത് കിടന്ന് തല്ലുകൊള്ളുന്നുണ്ട്. എന്തിനാ നിൻ്റെ യേശു? ഞാൻ ഈ സുഖിച്ചു പൊളയ്ക്കുന്ന ഈ നേരത്ത് അപ്പുറത്ത് കിടന്ന്, ഞാനിവിടെ ഇരുന്ന് ഈ സുഖിക്കുന്ന നേരത്ത് എൻ്റെ യേശു അപ്പുറത്ത് കിടന്ന്, ഇപ്പോൾ അവൻ്റെ പല്ലിളകിയിട്ടുണ്ട്, ഇപ്പോൾ അവൻ്റെ ഒരു കണ്ണ് കലങ്ങിയിട്ടുണ്ട്,
ഇപ്പം അവൻ്റെ കണ്ണ് ബോധം നഷ്ടപ്പെട്ടവനെ പോലെ ഒന്ന് കറങ്ങിയിട്ടുണ്ട്. നിലയില്ലാതെ കറങ്ങി താഴെ വീഴുന്ന നിലയിൽ അവനിപ്പോൾ 7ാമത്തെ അടി കൊണ്ടിട്ടുണ്ട്. നീ എന്നെ അടുക്കുക, നീ എന്നെ അടുക്കുക, ഞാൻ സുഖിക്കുക. ചോദ്യം, നീ സുഖിക്കുന്നതിനും ഞാൻ ചോദിക്കുന്നില്ല. കാരണം നിനക്ക് സുഖം തരാനാ അവൻ ഈ അസുഖങ്ങൾ ഏൽക്കുന്നത്. നിന്നെ നല്ലതാക്കാനാ അവൻ ആ സമത്വം വേണ്ടെന്ന് വെച്ചത്. നിന്നെ നേടാനാ അവനത് മുറുകെ പിടിക്കാഞ്ഞത്. വല്ലതും കിട്ടുന്നുണ്ടോ നിന്റെ അകത്ത്? വല്ലതും കയറുന്നുണ്ടോ നിന്റെ ഉള്ളിൽ? ഇവിടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ യേശുവിൻ്റെ കൂടെ? There's only one question. Are you with Jesus? കൂടെ, കൂടെ. നീ അപ്പോസ്തലനല്ലേ? ദൈവരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കയ്യിലല്ലേ കിട്ടിയേ? അല്ലേ? നീയല്ലേ യേശുവിന്റെ കൂടെ വെള്ളത്തിന് മീതെ നടന്നേ? അല്ലേ? നീയല്ലേ ആ കൊച്ചിനെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷയിൽ അത്ഭുത പ്രവർത്തകനായിട്ട് നിന്നേ? നീയല്ലേ അപ്പം വാഴ്ത്തിയ അന്ന് പകൽ അവിടെ എല്ലാവരുടെ മുമ്പിൽ തിളങ്ങുന്ന ചിരിയുമായിട്ട് നിന്നേ? നീ യേശുവിന്റെ കൂടെ ഉണ്ടോ? നീ 1000 പേരോട് പ്രവചിച്ചിട്ടുണ്ടാകാം, പക്ഷെ അത് നിന്നെ യേശുവിന്റെ കൂടെ ആക്കുന്നില്ല. നീ 100 ഭൂതങ്ങളെ ഇറക്കിയിട്ടുണ്ടാകും, അത് നിന്നെ യേശുവിന്റെ കൂടെ ആക്കുന്നില്ല. ചോദ്യം വ്യക്തമാണ്, നീ യേശുവിന്റെ കൂടെ ഉണ്ടോ? You've been casted out to thousands demons, but there is only one question. Are you with Jesus? 3 തവണ അതിന് ഉത്തരം പുള്ളി പറഞ്ഞു. 3 times. ആ ഉത്തരം നമ്മളിവിടെ പറയുന്നില്ല, കാരണം നമ്മൾ അതിനേക്കാൾ കൂടുതലൊക്കെ പറഞ്ഞവരാ. പക്ഷെ നമുക്കിന്ന് തിരുത്തി പറയാനുള്ള ഊഴം കിട്ടിയേക്കുക. ഞാൻ കൂടെയുണ്ട്, ഞാൻ യേശുവിന്റെ കൂടെയുണ്ട്, ഞാൻ യേശുവിന്റെ കൂടെയുണ്ട്. എന്റെ സമുദായം ഒന്ന് കേക്കട്ടെന്നേ, ഞാൻ യേശുവിന്റെ കൂടെയാണെന്ന്. എന്റെ ജാതീയ കുലങ്ങൾ കേക്കട്ടെന്ന്, ഞാൻ ഇന്ന് യേശുവിന്റെ കൂടെയാണെന്ന്. ഞാൻ തോന്നിവാസി കളിച്ച് നടന്ന ഈ നാട്ടുകാരൊക്കെ കാണട്ടെന്നേ, ഞാൻ ഇന്ന് യേശുവിന്റെ കൂടെയാണെന്ന്. ഞാൻ വെറും കൊള്ളരുതാത്തവൻ കളിച്ച് നടന്ന ഈ നാട് അറിയട്ടെന്നേ, ഇന്ന് ഞാൻ പഴയതല്ല, ഞാനിപ്പോൾ യേശുവിന്റെ കൂടെ. എന്റെ പള്ളിക്കാരെയൊക്കെ ഒന്ന് അറിയട്ടെന്നേ, ഞാനിപ്പോൾ യേശുവിന്റെ കൂടാന്ന്. ആമേ, എല്ലാവരും ഒന്ന് അറിയട്ടെ, ഞാനിപ്പോൾ ആരുടെ കൂടാ. എൻ്റെ പാസ്റ്റർമാരെയൊക്കെ അറിയട്ടെ, ഞാനിപ്പോൾ യേശുവിൻ്റെ കൂടാന്ന്. സ്തോത്രം. എന്നോട് ദൂത് പറഞ്ഞ പ്രവാചകന്മാരെയൊക്കെ ഒന്ന് അറിയട്ടെന്നേ, ഞാനിപ്പോൾ ആരുടെ കൂടാ. യേശുവിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവരെല്ലാം ഒന്ന് അറിയട്ടെ, ഞാനായിപ്പോൾ യേശുവിൻ്റെ കൂടെ. നിന്റെ പേരെന്നാടാ? എനിക്ക് പേരില്ല. അതിനാ നിനക്ക് പേരില്ലാത്തേ? എനിക്കൊരു പേരേ ഉള്ളൂ, ദുഷ്പ്രവർത്തിക്കാരൻ. നിങ്ങൾ എന്നെ കുരിശിലെ കള്ളൻ എന്ന് വിളിക്കും. ഇന്ന് യേശുവിനുടെ പർദീസായിൽ ഞാനാ ഉള്ളേ. എന്നാ കാര്യം? ആരുമില്ലാഞ്ഞപ്പോൾ ഞാൻ ആ യേശുവിനോട് കുരിശയിലുണ്ടായിരുന്നു. അന്ന് ഞാൻ യേശുവിനോടൊരു വാക്ക് പറഞ്ഞു, രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന്. അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ വന്നത് എൻ്റെ കൂടെ എല്ലാവരെയും ഇരുത്താനാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നീ എൻ്റെ കൂടെ പർദീസായിൽ ഇരിക്കും. ഇന്ന് നീ എന്നോട് കൂടെ പർദീസായിൽ ഇരിക്കും. നീ എവിടാ? നീ എവിടെ ഉണ്ട്? സഭ പറ, ഞാൻ എവിടെ ഉണ്ട്? ഇതാ സുവിശേഷം. ഏറ്റവും വലിയ സാക്ഷ്യം ഇതാ. നിന്റെ കൂട്ടുകാരൻ്റെ ഒക്കെ ചെല്ലണം, പറയണം, എടാ ചങ്ങാതി, ഞാൻ ഇന്നലെ വരെ നിന്റെ കൂടെയായിരുന്നു, ഇന്ന് ഞാൻ യേശുവിൻ്റെ കൂടാ. നിന്നെ ഞാൻ വിടത്തില്ല, നിന്നെ ഞാൻ കൊണ്ടുപോകും. ഇതിൻ്റെ പേരാ വല. വല, വല. ഒരു കണ്ണിന്ന് അടുത്ത കണ്ണി ചേർന്നു, ഈ വലയ്ക്കകത്ത് പുതിയ മീനുകൾ കയറും. ആമേൻ. ആരുടെ വാക്കിനാ നീ വലയിറക്കി? യേശുവിൻ്റെ വാക്കിന്. കൂടെ കൂട്ടാം,
കൂടെ കൂട്ടാം. ഇന്നത്തെ ചോദ്യം, നീ യേശുവിൻ്റെ കൂടെയുണ്ടോ? ഇന്ന് സത്യസന്ധമായി പറയണം, ഈ ദൂത് എത്ര പേർക്ക് മനസ്സിലായി? എത്ര ഹൃദയങ്ങൾ ഇത് തൊട്ടു? സ്തോത്രം. ചോദ്യം, കർത്താവേ എന്തിനേ സിംഹാസനം വേണ്ടെന്ന് വെച്ചേ? അത് നിന്നെ പിടിക്കാനാ പൊന്നെ. സിംഹാസനത്തിൽ നിന്ന് കൈയെടുക്കുമ്പോൾ ഈ കൈ പിന്നെ ചെല്ലാൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? അറിയാം. ഇത് ക്രൂശിലെ ആണിയിലോട്ടായി കയറാൻ പോകുന്നേ. ഇത് കാൽവറിയിലെ ആണി കയറാൻ പോകുക ഈ കയ്യേല്. എന്നാലും ശരി, ഞാൻ സിംഹാസനം മുറുകെ പിടിക്കത്തില്ല. കാരണം എനിക്ക് നിന്നെ ഇവിടെ കൊണ്ടുവരണം. ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നെയും എന്നോട് കൂടെ ഇരിക്കണം. അവൻ ദൈവരൂപത്തിലിരുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിച്ചില്ല. അവൻ്റെ അകത്ത് വേറെ കുറെ വിചാരങ്ങൾ കയറി. ആ വിചാരങ്ങൾ ഇന്ന് നമ്മളെ ഇവിടെ എത്തിച്ചു. ആ വിചാരങ്ങൾ നാളെ നിങ്ങളെ ആ സിംഹാസനത്തിൽ ഇരുത്തും. ഒരു കാര്യം ചോദിക്കട്ടെ, 2000 വർഷത്തിന് മുമ്പ് നടന്ന ഒരു മനുഷ്യൻ്റെ മരണം നിങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ജീവിതത്തെയും തിരുത്തി ഇന്ന് ഈ കസേരയിൽ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഈ കസേര നീ അന്തരീക്ഷത്തിലൂടെ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുപോയി ആകാശപാളികൾക്കപ്പുറത്ത് നക്ഷത്ര വിഹായുസ് കടത്തി സ്വർഗാദി സ്വർഗങ്ങൾക്ക് അവിടുത്തെ കൊണ്ടുപോയി പിതാവിൻ്റെ കൂടെ യുഗങ്ങൾക്ക് പുറകിൽ പുത്രനിരുന്ന അതേ സ്ഥലത്ത് നാളെ നിങ്ങളെ ഇരുത്തുമെന്നത് ഈ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സത്യമാണ്. യേശു വരും, നിങ്ങൾ രൂപാന്തരപ്പെടും, നിങ്ങൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാകയാൽ സ്വർഗസ്ഥലങ്ങളിൽ അവനോടുകൂടെ നിങ്ങൾ ഇരുത്തപ്പെടും. ഇന്ന് ഞാൻ അവൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ യേശുവിൻ്റെ കൂടെ ഉണ്ട്. നാളെ ഞാൻ അവൻ്റെ കൂടെ പറക്കും. പിന്നെ ഞാൻ അവൻ്റെ കൂടെ ഇരിക്കും. എത്ര ദിവസം? എത്ര ദിവസം? കാലാകാലങ്ങളോളം, യുഗങ്ങളോളം, അവസാനിക്കാത്ത കാലങ്ങളോളം ഞാൻ അവനോട് കൂടെ ഇരിക്കും. നിത്യത ഒരു യാഥാർത്ഥ്യമാണ്. നിനക്കതറിയാമോ? അത് ഈ ഭൂമിയിലെ ക്ഷണിക ജീവിതം കൊണ്ട് തീരുന്നതല്ല. ഈ ഭൂമിയിലെ ക്ഷണിക ജീവിതം കൊണ്ട് നിനക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പാണത്. അത് നീ പ്രാപിച്ചാൽ നീ യേശുവിൻ്റെ സ്വപ്നത്തിൽ ഇരിക്കും. നീ അതിന് തയ്യാറായാൽ നീ യേശുവിൻ്റെ സ്വപ്നത്തിൽ ഇരിക്കും. പിതാവ് പുത്രനെ ഇരുത്തിയെടുത്ത നാളെ പുത്രൻ നിന്നെ ഇരുത്തും. ഒന്നുകൂടെ, പിതാവ് പുത്രനെ ഇരുത്തിയെടുത്ത പുത്രൻ നിന്നെ ഇരുത്തും. അവൻ നിന്നെ അവിടെ കൊണ്ടെത്തിക്കും. ഓ ജീസസ്. ഓൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. ഈഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പരത്തിലേക്ക് ഉയരുന്നാൾ വരുമല്ലോ. ഈഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പരത്തിലേക്ക് ഉയരുന്നാൾ വരുമല്ലോ. വിശുദ്ധന്മാരുയർക്കും പറന്നുയരും വേഗം വന്നിടും കാന്തൻ മുഖം കാൺമാൻ. വിശുദ്ധന്മാരുയർക്കും പറന്നുയരും വേഗം വന്നിടും കാന്തന്റെ മുഖം കാൺമാൻ. വാനസേനയുമായി വരും പ്രിയൻ വാനവേ വരുമല്ലോ. വാനസേനയുമായി വരും പ്രിയൻ വാനവേ വരുമല്ലോ. വരവേറ്റ സമീപമായി ഒരുങ്ങുക സഹചരി സ്വർഗീയമാണാളെ എതിരേൽപ്പാൻ. വരവേറ്റ സമീപമായി ഒരുങ്ങുക സഹചരി സ്വർഗീയമാണാളെ എതിരേൽപ്പാൻ. അവർ തന്റെ ജനം താൻ അവരോടുകൂടെ വസിക്കും കണ്ണീരെല്ലാം തുടച്ചിടും. അവർ തന്റെ ജനം താൻ അവരോടുകൂടെ വസിക്കും കണ്ണീരെല്ലാം തുടച്ചിടും. മൃത്യുവും ദുഃഖവും പുറവിളിയും നിന്ന
നിന്ന കഷ്ടതയും ഇനി തീടുകില്ല. മൃത്യുവും ദുഃഖവും മുറവിളിയും നിന്ന കഷ്ടതയും ഇനി തീടുകില്ല. വാനസേനയുമായി വരും പ്രിയൻ വാനമേ. ഹല്ലേലൂയ. വാനസേനയുമായി വരും പ്രിയൻ വാനമേ. വരുമല്ലോ വരവേറ്റ സമീപമായി സ്വർഗീയ വരവേറ്റ സമീപമായി സ്വർഗീയ മണാളനെ എതിരേൽക്കാൻ തൻ കൃപകളെന്നുകൊണ്ട് പാടിടും ഞാൻ. തന്റെ മുഖശോഭ നോക്കിക്കൊണ്ട് ഓടിടും ഞാൻ. തൻ കൃപകളെന്നുമോത്തു പാടിടും ഞാൻ. തന്റെ മുഖശോഭ നോക്കിക്കൊണ്ട് ഓടിടും ഞാൻ. പെറ്റതല്ല തൻ കുഞ്ഞിനെ മറന്നിടിലും എന്നെ മറക്കാത്ത മന്നവൻ മാറാത്തവൻ. പെറ്റതല്ല തൻ കുഞ്ഞിനെ മറന്നിടിലും എന്നെ മറക്കാത്ത അവൻ മാറാത്തവൻ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ. ഹല്ലേലൂയ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ. വരുമല്ലോ വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചര്യ സ്വർഗീയ മണാളനെതിരേൽക്കാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചര്യ സ്വർഗീയ മണാളനെതിരേൽക്കാൻ. അല്പനേരം ആത്മാവിലൊന്ന് ആരാധിച്ചേ. ഈ ദൂത് നിന്റെ അകത്തൊന്ന് കത്തിക്കേറട്ടെ. ഹല്ലേലൂയ. അല്പം കൂടെ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചേ. Yes, 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 yes. Yes, 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 yes. Yes, 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 yes. Yes, 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 yes. Yes, 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 yes.
Yes. Oh, Jesus. Hallelujah. ആരാ നിങ്ങൾ? ദൈവരൂപത്തിലിരുന്ന യേശുവിൻ്റെ മനസ്സിനുള്ളിൽ ഒരിക്കലും വെളിപ്പെടുവാൻ സാധ്യതയില്ലാതിരുന്നിട്ടും കൃപയാൽ രൂപപ്പെട്ട വ്യത്യസ്തമായൊരു വിചാരമാണ് നിങ്ങൾ. യേശുവിൻ്റെ ഹൃദയത്തിലെ പുതിയ വിചാരമാണ് ഞാൻ. പറ പറ പറ. യേശുവിൻ്റെ ഉള്ളിലെ പുതിയ വിചാരമാണ് ഞാൻ. യേശുവിന്റെ ഉള്ളിലെ വേറിട്ട വിചാരമാണ് ഞാൻ. ഞാൻ മറ്റൊരു വിചാരമാണ്. ദൈവത്വത്തെക്കാൾ വില കൽപ്പിക്കപ്പെട്ട യേശുവിന്റെ വിചാരമാണ് ഞാൻ. ഈ ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഈ ഞാൻ അവിടെ വരെ ചെല്ലുമെന്നത് യേശുവിന്റെ ആ വിചാരത്തിന്റെ ഗ്യാരണ്ടിയാണ്. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് കിട്ടിയോ ഇത്? ഒരു ചോദ്യം ഞാൻ ഇന്ന് പകൽ ചോദിച്ച് അവസാനിപ്പിക്കട്ടെ. ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇളകാതെ ഇനി ക്രിസ്തുവിൽ തന്നെ ഞാൻ ആയിരിക്കും. ഞാൻ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ ബോധ്യത്തിൽ, ഈ കേട്ട വചന വെളിപ്പാടിൻ്റെ ബലത്തിൽ ഇന്ന് കർത്താവിന് സമർപ്പിക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? അവരുടെ വലങ്കരങ്ങളെ കാണട്ടെ. ഓ ജീസസ്, നന്ദി കർത്താവേ. ഈ കൈകളെ അങ്ങ് കണ്ടോ അപ്പാ? യേശുവെ അങ്ങ് കണ്ടോ ഇത്? അങ്ങയുടെ സിംഹാസനത്തിൽ അവിടെ നിന്നിരുന്ന് ചിന്തിച്ചത് ഈ ഉയർന്നിരിക്കുന്ന കൈകളെ അങ്ങയുടെ അരികിൽ കൊണ്ടുവരാനാണ്. ദൈവസിംഹാസനത്തിൽ മുറുകെ പിടിക്കുന്നതിനേക്കാൾ അങ്ങ് ആഗ്രഹിച്ചത് ഈ ഉയർത്തപ്പെട്ട കൈകളിൽ മുറുകെ പിടിക്കണമെന്നതാണ്. ഇന്ന കർത്താവെ പിടിച്ചോ, ഇന്ന യേശുവെ തൊട്ടോ. അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ ഈ കൈകളെ കണക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓ, നിങ്ങൾക്ക് 1000 പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം, 100 വേദനകളുണ്ടെന്നറിയാം. ഇന്ന് വെളിപ്പെട്ട ഈ ദൈവകൃപയുടെ മുൻപിൽ ആ പ്രശ്നം വെറും ഒരു കടുക. ആ പ്രശ്നം വെറും ഒരു കടുക. എന്നിലുള്ള ദൈവരാജ്യത്തിന്റെ പരമാധികാരത്തിൽ, ക്രിസ്തുവേൽപ്പിച്ച ഈ അപ്പോസ്തലിക അധികാരത്തിൽ, ഈ വചനത്തിന്റെ ദൈവഭാവത്തിൽ ഞാൻ അതിനെ ഉന്മൂലനം ചെയ്യുന്നു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നു. Be free in the name of Jesus. Jesus. Praise the Lord. തലകൾ വണക്കം.